യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നു. അപ്രകാരം യേശുവിനെ അനുഗമിച്ച ആ ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ആ ചോദ്യം ഇപ്രകാരമാണ്: നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അതിന് മറുപടി എന്നോളം നമുക്ക് സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അവർ അന്വേഷിച്ചത് ക്രിസ്തു വസിക്കുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലം കണ്ടെത്തുകയും അവനെ കാണുകയും അവനോടൊപ്പം താമസിച്ച് അവനെ അനുഭവിച്ചറിയുകയും ചെയ്തതിന് ശേഷം അവർ തൻ്റെ പ്രേക്ഷിത ജീവിതം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് സുവിശേഷത്തിൻ്റെ ചുരുക്കം. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മോടും ക്രിസ്തു നിരന്തരം ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ്: നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യവും ഇതുതന്നെയാണ്: നാം എന്തിനാണ് വിശ്വസിക്കുന്നത്? നാം എന്തിനാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഈ ലോകത്തിൻ്റേതായ കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയാണോ, അതോ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നാം ദൈവത്തെ അന്വേഷിക്കുന്നതെന്ന് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാവരും ഒരുമിച്ച് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോവുകയായിരുന്നു. പോകും വഴി അവർ ഒരു കൊട്ടാരം സന്ദർശിച്ചു. രാജകൊട്ടാരത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ രാജാവിന് ഒത്തിരിയേറെ സന്തോഷമായി. ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ചിരിയും നൈർമല്യതയും ഒക്കെ കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളെ രാജാവിന് ഒത്തിരിയേറെ ഇഷ്ടമായി. അങ്ങനെ രാജാവ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ഓഫർ നൽകുകയായിരുന്നു. അത് പ്രകാരമായിരുന്നു: ഈ രാജകൊട്ടാരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതായിരുന്നു. ഇത് കേട്ട ഉടനെ തന്നെ എല്ലാ കുട്ടികളും ഓടി അവർക്കിഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളും സ്വീറ്റ്സുമൊക്കെ എടുക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരു കുട്ടി മാത്രം ഒന്നും എടുക്കാതെ രാജാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഉടനെ രാജാവ് ആ കുട്ടിയോട് ചോദിച്ചു: നിനക്ക് ഈ രാജകൊട്ടാരത്തിൽ നിന്ന് മറ്റൊന്നും ആവശ്യമില്ലേ? ഉടനെ ആ കുട്ടി മറുപടി പറഞ്ഞത് പ്രകാരമാണ്: എനിക്ക് രാജാവിനെ മതി. കാരണം രാജാവിനെ സ്വന്തമാക്കിയാൽ ഈ രാജകൊട്ടാരം മുഴുവനും എൻ്റേതായി മാറും. സ്നേഹമുള്ളവരെ, ഈ കൊച്ചു കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തെ സ്വന്തമാക്കുകയാണെങ്കിൽ ഈ ലോകവും വരാനിരിക്കുന്ന ലോകവും സ്വർഗവുമൊക്കെ നമുക്ക് സ്വന്തമാണ്. അതാണല്ലോ വചനത്തിൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കുന്നത്: ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിർഭാഗ്യവശാൽ നാം ഇന്ന് അന്വേഷിക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം അന്വേഷിക്കുന്നു, ഏറ്റവും ഒടുവിലാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. സുവിശേഷത്തിലെ യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാർ അന്വേഷിച്ചത് ക്രിസ്തുവിനെയാണ്, അവൻ വസിച്ച സ്ഥലത്തെയാണ്. അവനെ കാണുവാനും അവനെ അനുഭവിക്കുവാനുമാണ് അവർ ആഗ്രഹിച്ചതും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ ലോകം മുഴുവനെയും സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചതും. നമ്മുടെയും ജീവിതത്തിൽ നാം മറ്റെന്തിനേക്കാളുപരി ക്രിസ്തുവിനെ അന്വേഷിക്കാം, ക്രിസ്തുവിനെ കണ്ടെത്താം, ക്രിസ്തുവിനെ അനുഭവിച്ചറിയാം. അങ്ങനെ ലോകം മുഴുവനെയും നമുക്ക് സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.